നമസ്കാരം. മീഡിയ വൺ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2024 ഡിസംബർ 18 ബുധനാഴ്ച. ഞാൻ ജയപ്രകാശ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്തതോടെ ബിൽ JPCക്ക് വിടാൻ സർക്കാർ നിർബന്ധിതരായി. ഇതാണ് മിക്ക പത്രങ്ങളുടെയും ലീഡ് വാർത്ത. ഒറ്റത്തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിന് പ്രഹരമെന്ന് മാധ്യമം തലക്കെട്ട് നൽകി. ബില്ലിനെതിരെ വൻ പ്രതിഷേധം, ഇനി JPC എന്ന് മലയാള മനോരമ. വിപ്പുണ്ടായിട്ടും 20 BJP MPമാർ വിട്ടുനിന്നതാണ് മാതൃഭൂമി തലക്കെട്ടാക്കിയത്. സഭ കടക്കില്ല എന്ന് ദേശാഭിമാനി. പാസാവാൻ വേണം പ്രതിപക്ഷ സമവായമെന്ന് കേരള കൗമുദിയും തലക്കെട്ട് നൽകി. സ്വകാര്യ ബസ് അപകടമരണമുണ്ടായാൽ പെർമിറ്റ് പോകുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളുടെ വാർത്തയും പത്രങ്ങളിൽ പ്രാധാന്യത്തോടെയുണ്ട്. കൊപ്രയുടെയും പച്ചത്തേങ്ങയുടെയും വില സർവകാല ഉയരത്തിലെത്തിയത് മലയാള മനോരമ ഒന്നാം പേജ് വാർത്തയാണ്. വാർത്തകളിലേക്ക് വിശദമായി. ആദ്യം മാധ്യമം ഒന്നാം പേജിലേക്ക്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചുവെങ്കിലും കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന് ആവശ്യമായ പിന്തുണയില്ലെന്ന് വെളിപ്പെട്ട സംഭവവികാസങ്ങൾക്കാണ് ചൊവ്വാഴ്ച ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. വോട്ടെടുപ്പിലൂടെ അവതരണാനുമതി ലഭിച്ചെങ്കിലും ബിൽ പാസ്സാകാനുള്ള 2/3 ഭൂരിപക്ഷമില്ലെന്ന് വ്യക്തമായതോടെ ഭരണപക്ഷം പ്രതിരോധത്തിലായി. അതേസമയം ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന പ്രമേയം കൂടി അവതരിപ്പിച്ച് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഭരണപക്ഷത്തിന്റെ മുഖം രക്ഷിച്ചു. പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അവതരണ അനുമതിയും JPCക്ക് വിടാനുള്ള പ്രമേയവും സ്പീക്കർ ഓം ബിർള ഒരുമിച്ച് വോട്ടിനിട്ടത്. 269 MPമാർ അനുകൂലിച്ചും 198 പേർ എതിർത്തും വോട്ട് രേഖപ്പെടുത്തിയതോടെ തന്നെ കാര്യങ്ങൾ വ്യക്തമായി. ബിൽ അവതരിപ്പിക്കാൻ കേവല ഭൂരിപക്ഷം മതിയെങ്കിലും പാസ്സാകാൻ 2/3 ഭൂരിപക്ഷം വേണം. അവതരണാനുമതിക്കുള്ള വോട്ടെടുപ്പിൽ തന്നെ ആവശ്യമായ പിന്തുണയില്ലെന്ന് തുടക്കത്തിലെ വ്യക്തമായതോടെ ഭരണപക്ഷം പ്രതിരോധത്തിലായി. ചൊവ്വാഴ്ച സഭയിൽ വന്ന 461 MPമാരിൽ 343 പേരുടെ പിന്തുണ ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാക്കാൻ വേണം. 269 വോട്ടാണ് അനുകൂലമായി കിട്ടിയത്. ഇന്ത്യ സഖ്യ കക്ഷികളെല്ലാം ശക്തമായ എതിർപ്പുമായി രംഗത്തുള്ളതിനാൽ ഈ ലോക്സഭയുടെ കാലാവധി തീരും മുൻപ് ബിൽ പാസ്സാക്കാനാകില്ല. ഒറ്റ തെരഞ്ഞെടുപ്പിനുള്ള 129ാം ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ അനുബന്ധമായി കേന്ദ്രഭരണ പ്രദേശ ഭേദഗതി ബിൽ 2024 ബില്ലും നിയമമന്ത്രി അവതരിപ്പിച്ചു. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സ്വഭാവത്തിലുള്ള സമ്പൂർണ്ണ അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ 1963 കേന്ദ്രഭരണ പ്രദേശ നിയമം, 1991 ദേശീയ തലസ്ഥാന പ്രദേശ നിയമം, 2019 ജമ്മുകാശ്മീർ പുനഃസംഘടനാ നിയമം എന്നിവ ഒരുമിച്ച് ഭേദഗതി ചെയ്യാനുള്ള ബില്ലും ഇതോടൊപ്പം JPCക്ക് വിട്ടു. 3 ബില്ലുകളും ഫെഡറൽ സംവിധാനം തകർത്ത് സംസ്ഥാനങ്ങളെ കേന്ദ്രത്തിന്റെ കീഴാളരാക്കുമെന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടന അനുവദിക്കാത്ത അമിതാധികാരം നൽകുന്നതാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ബിൽ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്ന് ഫെഡറൽ സംവിധാനം തകർക്കുന്നതിനാൽ അടിയന്തരമായി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും അവരുടെ വിമർശനങ്ങൾ തള്ളി സർക്കാർ ബിൽ അവതരണവുമായി മുന്നോട്ടു പോവുകയായിരുന്നു. തുടർന്നാണ് വോട്ടെടുപ്പ് നടന്നത്. പാർലമെന്റ് പുതിയ മന്ദിരത്തിലേക്ക് മാറിയ ശേഷമുള്ള ആദ്യ ഇലക്ട്രോണിക് വോട്ടെടുപ്പാണ് ചൊവ്വാഴ്ച ലോക്സഭയിൽ നടന്നത്. ഇലക്ട്രോണിക് യന്ത്രത്തിലെ 220 149 ആയിരുന്നു വോട്ടിംഗ് ഫലം. പല അംഗങ്ങളുടെയും വോട്ടിംഗ് പിഴവ് മൂലം അവർക്ക് രണ്ടാമത് പേപ്പർ വോട്ടിനുള്ള അനുമതി നൽകി. അവ കൂടി എണ്ണിയപ്പോഴാണ് 269 198 എന്ന ഫലം വന്നത്. ഇനി മാധ്യമത്തിലെ തന്നെ അനുബന്ധ വാർത്തയിലേക്ക് ബോക്സായി നൽകിയ വാർത്ത. അമിത്ഷായെ വരച്ച വരയിൽ നിർത്തി ചട്ടം 72. ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കളായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കെ.സി. വേണുഗോപാൽ,
സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവ് തുടങ്ങിയവരൊന്നും ഹാജരില്ലാതിരുന്ന സഭയിൽ സഖ്യത്തിലെ രണ്ടാം നിര നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ കടന്നാക്രമണത്തിൽ അമിത്ഷാ അടക്കമുള്ള ഭരണപക്ഷത്തെ മുൻനിര നേതാക്കളുടെ സ്വരം ദുർബലമായി. സഭാചട്ടം 72 പ്രകാരം ബില്ലിനെ എതിർക്കാൻ ആദ്യം നോട്ടീസ് നൽകിയവർക്കേ അവതരണവേളയിൽ ചർച്ചയിൽ പങ്കെടുക്കാനാകൂ എന്ന കാര്യത്തിൽ പ്രതിപക്ഷം സ്പീക്കറെയും അമിത്ഷായെയും വരച്ച വരയിൽ നിർത്തി. അതോടെ സർക്കാർ മിണ്ടാനാകാതെ എല്ലാം കേട്ടിരിക്കേണ്ട അവസ്ഥയിലായി. പ്രതിപക്ഷ നേതാക്കൾ സംസാരിക്കും തോറും ബില്ലിൽ എതിർപ്പ് കൂടുമെന്ന് മനസ്സിലാക്കിയ അമിത്ഷാ DMK നേതാവ് TR ബാലു ബിൽ JPCക്ക് വിടാമെന്ന് പറഞ്ഞതിൽ കയറിപ്പിടിച്ചു. JPCക്ക് വിടാമെന്ന് പ്രധാനമന്ത്രി മന്ത്രിസഭായോഗത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും ഇനി സഭ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു. ഇതോടെയാണ് ഇന്ത്യാ സഖ്യം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടതും അതിലൂടെ സർക്കാരിന്റെ മുഖത്ത് അടിയേറ്റതും. ഇനിയെന്ത്? മലയാള മനോരമയിലെ വാർത്തയിലേക്ക്. JPCയുടെ പരിഗണനയ്ക്ക് ശേഷം ബില്ലുകൾ വീണ്ടും പാർലമെന്റിലെത്തും. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കണമെങ്കിൽ ഇരുസഭകളിലും കേവല ഭൂരിപക്ഷവും വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷവും വേണം. ചില ഭരണഘടനാ ഭേദഗതികൾക്ക് പകുതി സംസ്ഥാനങ്ങളുടെയെങ്കിലും അനുമതി വേണമെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഭേദഗതികൾ ഈ ഗണത്തിൽ പെടില്ലെന്നും നിയമമന്ത്രി പറഞ്ഞു. ഇനി മാതൃഭൂമി വാർത്തയിലേക്ക്. ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിപ്പുണ്ടായിട്ടും 20 BJP MPമാർ വിട്ടുനിന്നു. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ സർക്കാർ അവതരിപ്പിച്ചെങ്കിലും തുടക്കത്തിലെ തിരിച്ചടിയേറ്റു. ബിൽ അവതരണത്തിന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ വിപ്പുണ്ടായിട്ടും ലോക്സഭയിലെ 20 BJP അംഗങ്ങൾ ഹാജരായില്ല. തുടർന്ന് ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സഖ്യകക്ഷികളിൽ നിന്ന് 4 പേരും എത്തിയില്ല. BJPയുടെ 240 അംഗങ്ങളും സഖ്യകക്ഷികളുടെ പ്രാതിനിധ്യവും അടക്കം 293 പേരുടെ അംഗബലമാണുള്ളത്. വോട്ടെടുപ്പിൽ 269 പേരാണ് അനുകൂലമായി വോട്ട് ചെയ്തത്. 24 അംഗങ്ങളുടെ കുറവുണ്ടായി. എതിർത്ത് 198 അംഗങ്ങളാണ് വോട്ട് ചെയ്തത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന 2 ഭരണഘടനാ ഭേദഗതി ബില്ലുകളാണ് നിയമമന്ത്രി അർജുൻ മേഘ്വാൾ ചൊവ്വാഴ്ച അവതരിപ്പിച്ചത് എന്നും വാർത്ത തുടരുന്നു. സ്വകാര്യ ബസ് അപകടങ്ങളിൽ മരണമുണ്ടായാൽ 6 മാസത്തേക്കും ഗുരുതര പരിക്കുണ്ടായാൽ 3 മാസത്തേക്കും പെർമിറ്റ് റദ്ദാക്കും എന്ന വാർത്ത മാധ്യമത്തിൽ. അപകടകരമായ ഡ്രൈവിംഗ് മൂലം മരണമുണ്ടായാൽ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനം. ഗുരുതര പരിക്കുണ്ടായാൽ 3 മാസത്തേക്കായിരിക്കും പെർമിറ്റ് റദ്ദാക്കൽ. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെ പതിവ് ശിക്ഷാ നടപടികൾക്ക് പുറമെയാണിത്. ഡ്രൈവർ വേഗമെടുക്കുന്നത് ഉടമയ്ക്കു കൂടി വേണ്ടിയാണ്. അതുകൊണ്ടാണ് നടപടി കടുപ്പിക്കുന്നതെന്നും മത്സരയോട്ടങ്ങളിലെ അപകടങ്ങളിൽ ഉടമയ്ക്കു കൂടി ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി ഗണേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കി. ക്രിമിനൽ കേസുകളിൽപ്പെട്ടവർ ബസ്സുകളിൽ ജീവനക്കാരാകുന്നത് തടയാനാണ് പോലീസ് സാക്ഷ്യപത്രം നിർബന്ധമാക്കുന്നത്. ഡ്രൈവർ കണ്ടക്ടർ ജീവനക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ പരിശീലനം നൽകും. ബസ്സിനുള്ളിൽ എങ്ങനെ പെരുമാറണം, ആളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യേണ്ട രീതികൾ എന്നിവയടക്കമുള്ള കാര്യങ്ങളാണ് പരിശീലനത്തിലുണ്ടാവുക. അലക്ഷ്യമായ ഡ്രൈവിംഗ്, അമിതവേഗം ഉൾപ്പെടെ പരാതികൾ അറിയിക്കാൻ ബസ്സുകളിൽ വാഹന ഉടമയുടെ നമ്പർ പ്രദർശിപ്പിക്കും. ഫലപ്രദമല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നമ്പർ പതിക്കും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ബസ്സുകളിൽ നിരീക്ഷണ ക്യാമറകൾ ഘടിപ്പിക്കാൻ മാർച്ച് വരെ സാവകാശം നൽകും. ഒറ്റപ്പാലം മാതൃകയിൽ മത്സരയോട്ടം തടയാൻ ബസ്സുകൾക്ക് ജിയോ ടാഗിംഗ് ഏർപ്പെടുത്താനും തീരുമാനമായി. ഇത് സ്വകാര്യ ബസ്സുകാർ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കും. സമയം തെറ്റിച്ച് ഓടുന്നവരിൽ നിന്ന് പിഴ ഈടാക്കും. മേഖലയിലെ ബസ്സുടമകളുടെ സൊസൈറ്റിക്കാണ് ഈ തുക ലഭിക്കുക. ഫലപ്രദമല്ലെങ്കിൽ ജിയോ ടാഗിംഗ് സംവിധാനം മോട്ടോർ വാഹന വകുപ്പ് ഏറ്റെടുക്കും. വയനാട്ടിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച കേസിൽ 2 പേർ അറസ്റ്റിലായ വാർത്ത മിക്ക പത്രങ്ങളുടെയും 1-ാം പേജിൽ തന്നെയുണ്ട്. പയ്യമ്പള്ളി കൂടൽക്കടവിൽ ആദിവാസി യുവാവ് മാദനെ കാറിൽ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ
2 പേർ അറസ്റ്റിൽ. കണിയാമ്പറ്റ പടിക്കംവയൽ പുത്തൻപീടികയിൽ വീട്ടിൽ മുഹമ്മദ് അർഷിദ്, കണിയാമ്പറ്റ പച്ചിലക്കാട് പടിക്കംവയൽ കക്കാറയ്ക്കൽ വീട്ടിൽ അഭിറാം കെ സുജിത് എന്നിവരെയാണ് മാനന്തവാടി പോലീസ് പിടികൂടിയത്. ബസ്സിൽ കൽപ്പറ്റയിലേക്ക് പോകുന്നതിനിടയിലാണ് ഇവരെ പിടികൂടിയത്. വാഹനമോടിച്ചത് അർഷാദാണെന്ന് പോലീസ് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. തുടരന്വേഷണം സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ഡിവൈഎസ്പിക്ക് കൈമാറി. പനമരം കുന്നുമ്മൽ വിഷ്ണു, പനമരം താഴെപ്പൂനത്തിൽ നബീൽ കമർ എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇവർക്കായി പോലീസ് തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചു. അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. വധശ്രമം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്നും വാർത്ത തുടരുന്നു. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സുപ്രീം കോടതിയുടെ സുപ്രധാന നിർദ്ദേശമാണ് പത്രങ്ങളിലെ മറ്റൊരു പ്രധാന വാർത്ത. മലങ്കര സഭാ തർക്കവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെ സുപ്രധാന നിർദ്ദേശവുമായി സുപ്രീം കോടതി. സംസ്ഥാനത്തെ ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികളുടെ വേർതിരിച്ചുള്ള കണക്കെടുക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. എറണാകുളം, പാലക്കാട് ജില്ലകളിലെ തർക്കത്തിലുള്ള 6 പള്ളികളുമായി ബന്ധപ്പെട്ട കേസിൽ ജനുവരി 29, 30 തീയതികളിൽ വിശദവാദം കേൾക്കാൻ തീരുമാനിച്ച കോടതി അതുവരെ തൽസ്ഥിതി തുടരാനും നിർദ്ദേശിച്ചു. അതിനിടെ എന്തെങ്കിലും അസ്വാഭാവിക സംഭവങ്ങളുണ്ടായാൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ ഭുയാൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. സുപ്രീംകോടതി പരിഗണിക്കുന്ന 6 പള്ളികളിൽ യാക്കോബായ വിശ്വാസികളാണ് കൂടുതലെന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു. എന്നാൽ സംസ്ഥാനത്തെ മുഴുവൻ മലങ്കര പള്ളികളിലെയും കണക്ക് നൽകാനാണ് സുപ്രീംകോടതി നിർദ്ദേശം. 6 പള്ളികൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാൻ ഡിസംബർ 3-ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ സെമിത്തേരിയും മറ്റും ഉപയോഗിക്കുന്നതിന് സഭാ ഭരണഘടന അംഗീകരിക്കുന്നുവെന്ന് പ്രതിജ്ഞയെടുപ്പിക്കാൻ മറ്റു വിഭാഗങ്ങളെ നിർബന്ധിക്കരുതെന്നും ഓർത്തഡോക്സ് സഭയോട് കോടതി നിർദ്ദേശിച്ചു. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ശബരി റെയിൽ വീണ്ടും അനിശ്ചിതത്വത്തിൽ. ഇരട്ടപ്പാത നിർദ്ദേശം കേരളം തള്ളി. അങ്കമാലി എരുമേലി ശബരിപാത നടപ്പാക്കാൻ കേന്ദ്രം വെച്ച നിർദ്ദേശങ്ങൾ കേരളം സ്വീകരിക്കില്ല. ഇരട്ടപ്പാത വേണമെന്ന റെയിൽവേ നിർദ്ദേശം കേരളം തള്ളി. ഒറ്റവരിപ്പാതയായി നടപ്പാക്കാനും ഇരട്ടപ്പാത വേണമെന്ന നിർദ്ദേശം ഭാവിയിൽ പരിഗണിക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗം തീരുമാനിച്ചു. കേന്ദ്രം മുന്നോട്ടുവെച്ച ത്രികക്ഷി കരാറിൽ ഒപ്പുവെക്കേണ്ടെന്നും യോഗം തീരുമാനിച്ചു. നിർമ്മാണച്ചെലവിന്റെ പകുതി തുക കിഫ്ബി വഴി വഹിക്കാമെന്ന പഴയ തീരുമാനം തുടരും. ഈ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിച്ച് കിട്ടാൻ വീണ്ടും കേന്ദ്രത്തെ സമീപിക്കും. ഫലത്തിൽ പദ്ധതി വീണ്ടും അനിശ്ചിതത്വത്തിൽ ആയി എന്നും വാർത്തയിൽ. MS സൊല്യൂഷൻസ് വീണ്ടും ലൈവിൽ. ചോദ്യക്കടലാസ് ചോർത്തൽ. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇരയായതായി യൂട്യൂബ് ചാനൽ ഉടമ മുഹമ്മദ് ഷുഹൈബ്. ചോദ്യക്കടലാസ് ചോർത്തിയതായി വിദ്യാഭ്യാസ വകുപ്പ് സംശയിക്കുന്ന കൊടുവള്ളി ആസ്ഥാനമായ MS സൊല്യൂഷൻ യൂട്യൂബ് ചാനൽ ഉടമ മുഹമ്മദ് ഷുഹൈബ് പുതിയ വീഡിയോയുമായി രംഗത്ത്. ഇന്ന് നടക്കാനിരിക്കുന്ന 10ാം ക്ലാസ് കെമിസ്ട്രി പരീക്ഷയ്ക്ക് ഉറപ്പായും വരാനുള്ള ചോദ്യങ്ങൾ എന്ന വീഡിയോയുമായാണ് ഇന്നലെ രാത്രി എത്തിയത്. 2 ദിവസമായി ചാനൽ നിർത്തിയിരുന്നു. ചെയ്യാത്ത തെറ്റിന് ഇരയാക്കപ്പെട്ടെന്നും നിയമപരമായ എല്ലാ അന്വേഷണങ്ങളോടും പൂർണ്ണമായും സഹകരിക്കുമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. വൻകിട ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമുകളുടെ അനാരോഗ്യകരമായ മത്സരത്തിൽ താൻ ഇരയാക്കപ്പെടുകയായിരുന്നു. തിരിച്ചറിയാൻ ഇഷ്ടം പോലെ അമ്പുകൾ ഉണ്ടെങ്കിലും തൽക്കാലം ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. ചെയ്യാത്ത തെറ്റിന് സ്ഥാപനത്തെ ഇരയാക്കി. ലൈവിൽ വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചില്ല. വന്നത് ജീവൻ പണയപ്പെടുത്തിയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെയുള്ള 3 യൂട്യൂബ് ചാനലുകൾക്ക് പുറമെ 8, 9 ക്ലാസുകൾക്ക് വേണ്ടി പുതിയ യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിയതായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 ലക്ഷത്തോളം പേർ ഇന്നലെ രാത്രി പുറത്തിറക്കിയ ഈ വീഡിയോ ലൈക്ക് ചെയ്തതായും ഇത് വിദ്യാർത്ഥികളുടെ വിശ്വാസത്തിന്റെ അടയാളമാണെന്നും ഷുഹൈബ് പറഞ്ഞു. തേങ്ങവില പൊള്ളുകയാണ്. കൊപ്ര പച്ചത്തേങ്ങ വില ഉയരങ്ങളിൽ. 7 വർഷത്തിനിടെ വിപണിയിലെ റെക്കോർഡ് വിലക്കയറ്റം എന്ന വാർത്ത. രാജാപൂർ, ഉണ്ട, കൊപ്ര, പച്ചത്തേങ്ങ എന്നിവയുടെ വിലയിൽ റെക്കോർഡ് വർധന. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ഇത്രയും വില ഉയർന്നത് ആദ്യം.
നവംബർ പകുതിയോടെ പ്രകടമായ മാറ്റം ഇന്നലെ ഉച്ചസ്ഥായിയിലെത്തി. വടകര മാർക്കറ്റിൽ ഇന്നലെ ഒരു കിൻഡൽ രാജാപൂരിന് 22,500 രൂപയും ഉണ്ടക്കൊപ്രയ്ക്ക് 19,000 രൂപയും കൊപ്രയ്ക്ക് 16,200 രൂപയും പച്ചത്തേങ്ങയ്ക്ക് 5,000 രൂപയുമാണ് വില. നവംബർ 15-ന് പച്ചത്തേങ്ങ ക്വിൻ്റലിന് 5,100 രൂപ വരെ വർദ്ധിച്ചിരുന്നു. അന്ന് 21,000 രൂപയായിരുന്നു രാജാപൂരിൻ്റെ വില. ഉണ്ട 17,700, കൊപ്ര 15,500 എന്നിങ്ങനെയായിരുന്നു മറ്റിനങ്ങളുടെ വില. പച്ചത്തേങ്ങയുടെ വിലവർധന വിപണിയിൽ വെളിച്ചെണ്ണയുടെ വിലവർധനവിന് കാരണമാകും. വെളിച്ചെണ്ണയുടെ ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് 300 രൂപ വരെ ഉയർന്നു. നാളികേര ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും മുന്തിയ ഇനമാണ് രാജാപൂർ എന്നറിയപ്പെടുന്നത്. ഉത്തരേന്ത്യയിലേക്കാണ് ഇവ ഏറെയും കയറ്റി അയക്കുന്നത്. ലഭ്യത കുറവാണ് വിപണിയിൽ വിലവർധനയ്ക്ക് കാരണമായി വ്യാപാരികൾ പറയുന്നത്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ നാളികേരത്തിന് എണ്ണയുടെ അംശം കുറവായതിനാൽ കേരളത്തിലെ കൊപ്രയോടാണ് മില്ലുകൾക്ക് പ്രിയം. വെളിച്ചെണ്ണയുടെ അളവ് കൂടുതലുള്ള കുറ്റ്യാടി തേങ്ങയ്ക്ക് ആവശ്യം കൂടാൻ കാരണവും അതാണ്. എങ്കിലും ലഭിക്കുന്ന വെളിച്ചെണ്ണയുടെ അളവ് പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. മുൻപ് 1 കിൻഡൽ കൊപ്ര ആട്ടിയാൽ 65 കിലോ വെളിച്ചെണ്ണ കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പോൾ 60 കിലോ വെളിച്ചെണ്ണ മാത്രമാണ് കിട്ടുന്നത്. 1 കിൻഡൽ പച്ചത്തേങ്ങയിൽ നിന്ന് നേരത്തെ 33 കിലോ വെളിച്ചെണ്ണ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 30 കിലോയിൽ താഴെയാണ് കിട്ടുക. കർഷകരുടെ കൈവശം ചരക്കില്ല എന്നതിനാൽ വിലവർധന മൂലമുള്ള ഉണർവ് വിപണിയിൽ ദൃശ്യമല്ല എന്നും വാർത്തയിലുണ്ട്. ഇനി ചെന്നൈ, ബംഗളൂരു നഗരങ്ങളിൽ നടത്തിയ വൻ ലഹരിവേട്ടയിലേക്കാണ്. ക്രിസ്മസ് പുതുവർഷ പാർട്ടികൾ ലക്ഷ്യമിട്ടെത്തിച്ച 39 കോടിയുടെ ലഹരി വസ്തുക്കൾ 2 സംഭവങ്ങളിലായി പിടികൂടി. ബംഗളൂരു KR പുരം TC പാളയത്തിൽ നൈജീരിയൻ സ്വദേശിയുടെ പലചരക്ക് കടയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 24 കോടി രൂപ വില വരുന്ന 12 കിലോഗ്രാം MDMA പിടിച്ചെടുത്തത്. കട നടത്തിയിരുന്ന റോസ്ലിൻ എന്ന 40-കാരൻ അറസ്റ്റിലായി. മുംബൈയിൽ താമസിക്കുന്ന മറ്റൊരു വിദേശ വനിതയാണ് റോസ്ലിന് ലഹരിമരുന്ന് എത്തിച്ചു നൽകിയതെന്നും ഇവരെ കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് പിരിച്ചുവിട്ടു. തീരുമാനം CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് പിരിച്ചുവിടാൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. കോളേജിലെ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതടക്കം SFI നേതാക്കളുടെ അതിക്രമങ്ങൾ വിവാദമായ സാഹചര്യത്തിലാണ് തീരുമാനം. 2019-ൽ SFI നേതാക്കൾ ഉൾപ്പെട്ട PSC പരീക്ഷാ തട്ടിപ്പ് പുറത്തായപ്പോഴും യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. ഈ മാസം 2-നാണ് കാലിന് സ്വാധീനക്കുറവുള്ള മുഹമ്മദ് അനസ് എന്ന 19-കാരനെ യൂണിറ്റ് ഓഫീസിൽ വിചാരണ ചെയ്ത് മർദ്ദിച്ചത്. തടയാൻ ശ്രമിച്ച സുഹൃത്ത് അഫ്സലിനെയും വളഞ്ഞിട്ട് തല്ലി. നേതാക്കൾ പറയുന്നതുപോലെ പ്രവർത്തിച്ചില്ലെന്ന പേരിലായിരുന്നു മർദ്ദനം. SFI നേതാക്കളെ പ്രതിയാക്കി കേസെടുത്തെങ്കിലും പ്രതികളെ പിടികൂടിയിട്ടില്ല. സംഭവത്തിൽ SFI യൂണിറ്റ് സെക്രട്ടറി വിധു ഉദയ, പ്രസിഡന്റ് അമൽചന്ദ്, മിഥുൻ, അലൻ ജമാൽ എന്നിവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നാലെ SFIയും അവരെ പുറത്താക്കി. മുഹമ്മദ് അനസിന്റെ സുഹൃത്ത് ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് ഫയാസിനെ കഴിഞ്ഞയാഴ്ച ഹോസ്റ്റലിൽ SFI നേതാക്കൾ വളഞ്ഞിട്ട് മർദ്ദിച്ചിരുന്നു. ഭർത്താവിനെ ജാമ്യത്തിലെടുക്കാൻ അമ്മ പിഞ്ചു കുഞ്ഞിനെ വിറ്റു. അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും വാർത്തയിൽ. സംഭവം നടന്നത് മുംബൈയിലാണ്. റെയിൽവേയുടെ ഇരുമ്പ് അവശിഷ്ടങ്ങൾ വിറ്റ കേസിൽ പിടിയിലായ ഭർത്താവിനെ ജാമ്യത്തിലിറക്കാനായി പണം കണ്ടെത്താൻ 1.5 മാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ വിറ്റ സംഭവത്തിൽ 32-കാരി അറസ്റ്റിൽ. കുഞ്ഞിനെ വിറ്റ അമ്മ മനീഷ യാദവ് ഉൾപ്പെടെ 8 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ സ്ത്രീയുടെ ഭർതൃമാതാവ് നൽകിയ പരാതിയിലാണ് നടപടി. 4 ലക്ഷം രൂപയ്ക്കാണ് കുഞ്ഞിനെ വിറ്റതെങ്കിലും അമ്മയ്ക്ക് ലഭിച്ചത് 1.5 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി തുക ഇടനിലക്കാരെടുത്തു. കുഞ്ഞ് കസ്റ്റഡിയിലുണ്ടെന്നും വാങ്ങിയവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ് ഇനി. അഭ്യൂഹമുയർത്തി ഉദ്ധവ് ഫഡ്നവിസ് കൂടിക്കാഴ്ച. നാഗ്പൂർ. ശിവസേന നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെയും മകനും MLAയുമായ ആദിത്യ താക്കറെയും ചൊവ്വാഴ്ച മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസുമായി
നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറുമായും വിധാൻ ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. ഫഡ്നവിസിനും സർവേക്കറിനും താനും പിതാവും ആശംസകൾ നേർന്നതായി ആദിത്യ താക്കറെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നിയമസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ആദിത്യ താക്കറെ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിയിലെ 3 പാർട്ടികളിൽ ആർക്കും 10% സീറ്റുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. 29 സീറ്റുകളുണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെടാൻ കഴിയുകയുള്ളൂ. എന്നാൽ സ്പീക്കർക്ക് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളാൻ കഴിയുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഉദ്ധവ് ശിവസേനയ്ക്ക് 20 സീറ്റുകളാണ് ഉള്ളത്. മണിപ്പൂർ സംഘർഷം 8 പേർ അറസ്റ്റിൽ. ഇംഫാൽ. മണിപ്പൂരിലെ കക്ചിങ് ജില്ലയിൽ ബീഹാറിൽ നിന്നുള്ള 2 തൊഴിലാളികളെ വധിച്ച കേസിൽ സായുധ സംഘടനയിലെ 8 അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പീപ്പിൾസ് വാർ ഗ്രൂപ്പ് അംഗങ്ങളാണ് പിടിയിലായത്. കേസിൽ തിങ്കളാഴ്ച ഒരാൾ അറസ്റ്റിലായതോടെയാണ് പോലീസിന് കൂടുതൽ പ്രതികളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഇവരിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. നീറ്റ് പരീക്ഷയും ഓൺലൈനിലേക്ക് മാറുകയാണ്. മെഡിക്കൽ പ്രവേശന കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ നീറ്റ് ഓൺലൈനായി നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനം ഉടനുണ്ടാകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ISRO മുൻ മേധാവി VK രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ഉന്നതതല സമിതി ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അടുത്ത വർഷത്തെ നീറ്റ് പരീക്ഷയിൽ മാറ്റങ്ങൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ഇനി ചില രാജ്യാന്തര വാർത്തകളിലേക്കാണ്. റഷ്യൻ ആണവസേനാ മേധാവിയെ യുക്രൈൻ വധിച്ചെന്ന വാർത്ത മാതൃഭൂമി 1-ാം പേജിൽ. റഷ്യയുടെ ആണവ ജൈവ രാസായുധ സംരക്ഷണ സേനയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോവിനെ മോസ്കോയിലെ സ്കൂട്ടർ സ്ഫോടനത്തിലൂടെ യുക്രൈൻ വധിച്ചു. യുക്രൈൻ സേനയ്ക്ക് നേരെ രാസായുധം പ്രയോഗിച്ചത് ഇഗോർ കിറിലോവാണെന്നും പകരം വീട്ടുമെന്നും യുക്രൈൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് വടക്ക് കിഴക്കൻ മോസ്കോയിലുള്ള കിറിലോവിന്റെ അപ്പാർട്ട്മെന്റിന് സമീപം സ്ഫോടനമുണ്ടായത്. കിറിലോവിനൊപ്പം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റും കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിനു പിന്നിൽ യുക്രൈൻ രഹസ്യാന്വേഷണ സുരക്ഷാ വിഭാഗമായ SBU ആണെന്ന് ഏജൻസി വക്താക്കൾ അവകാശപ്പെട്ടു. ഇക്കാര്യത്തിൽ യുക്രൈൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സിറിയയിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുവദിക്കില്ല ജൂലാനി. ഡമസ്കസ്. ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾക്ക് സിറിയയെ താവളമാക്കാൻ അനുവദിക്കില്ലെന്ന് ബഷാറുൽ അസദിനെ പുറത്താക്കി ഭരണം പിടിച്ച ഹയ്യത്ത് തഹ്രീൻ അഷാം തലവൻ അബു മുഹമ്മദ് അൽ ജൂലാനി. ദ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ജൂലാനി ഇസ്രായേലിനോടുള്ള നിലപാട് വ്യക്തമാക്കിയത്. അസദ് ഭരണകാലത്ത് സിറിയയ്ക്കുമേൽ ഏർപ്പെടുത്തിയ ഉപരോധം പാശ്ചാത്യ രാജ്യങ്ങൾ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രായേലിനോ മറ്റേതെങ്കിലും രാജ്യത്തിനോ എതിരായ ആക്രമണത്തിനുള്ള താവളമായി സിറിയയെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. സിറിയയിലെ വ്യോമാക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കണം. ഹിസ്ബുല്ലയുടെയും ഇറാൻ പിന്തുണയുള്ള പോരാളികളുടെയും സാന്നിധ്യമായിരുന്നു സിറിയയെ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ ന്യായീകരണം. എന്നാലിപ്പോൾ ആ ന്യായീകരണം അപ്രസക്തമായി. അസദ് രാജ്യം വിട്ട ശേഷം ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശത്തുനിന്ന് പിന്മാറണമെന്നും ജൂലാനി ആവശ്യപ്പെട്ടു. സിറിയൻ ഭരണഘടനയിൽ ഭേദഗതി വരുത്തുമെന്ന് പറഞ്ഞ ജൂലാനി 13 വർഷത്തെ ആഭ്യന്തര സംഘർഷത്തിൽ തകർന്ന രാജ്യത്ത് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യമില്ലെന്നും വ്യക്തമാക്കി. അതേസമയം അസദ് ഭരണകൂടത്തിനെതിരെ പോരാടിയ വിമത സായുധ സംഘടനകളെയും പോരാളികളെയും പിരിച്ചുവിടുമെന്ന് ജൂലാനി പറഞ്ഞു. ഹയ്യത്ത് തഹ്രീൻ അഷാം സംഘടനയുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. അതിനിടെ സിറിയയിലെ പുതിയ ഭരണകൂടവുമായി ചർച്ച നടത്തുമെന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അധികാര കൈമാറ്റത്തെയും ന്യൂനപക്ഷ സംരക്ഷണത്തെയും കുറിച്ചായിരിക്കും ചർച്ച. ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്താനും മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. സിറിയൻ സർക്കാരുമായി ചർച്ച നടത്തിയതായി തിങ്കളാഴ്ച ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് സിറിയൻ അഭയാർത്ഥികളുടെ പ്രധാന അഭയകേന്ദ്രമായ ജർമ്മനിയുടെ പ്രതികരണം. ഇനി ഗസയിലേക്ക്. ഗസയിൽ വീടിനുമേൽ ബോംബിട്ടു 8-അംഗ കുടുംബം കൊല്ലപ്പെട്ടു. ജെറൂസലേം. ഇസ്രായേൽ സേന വീടിനു മുകളിൽ ബോംബിട്ടതിനെ തുടർന്ന്
സ്ത്രീകളും കുട്ടികളുമടക്കം ഒരു കുടുംബത്തിലെ 8 പേർ കൊല്ലപ്പെട്ടു. ഗസ സിറ്റിയുടെ സമീപത്തെ ദറജിൽ തിങ്കളാഴ്ച രാത്രിയായിരുന്നു ആക്രമണം. 4 കുട്ടികളുടെയും 2 സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തു. അതേസമയം യമൻ ആസ്ഥാനമായ ഹൂതികളുടെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതായി US സൈന്യം അവകാശപ്പെട്ടു. ഹൂതികളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സനായിലെ സുപ്രധാന സൈനിക കേന്ദ്രത്തിലാണ് തിങ്കളാഴ്ച രാത്രി ബോംബിട്ടത്. ആക്രമണം സ്ഥിരീകരിച്ച ഹൂതികൾ പ്രതിരോധ മന്ത്രാലയം പ്രവർത്തിച്ച കെട്ടിട സമുച്ചയത്തിന് കേടുപാട് സംഭവിച്ചതായും വ്യക്തമാക്കി. അഴിമതിക്കേസിൽ പാർട്ടി നേതാവിന്റെ വധശിക്ഷ നടപ്പാക്കി ചൈന. ബെയ്ജിംഗ്. അഴിമതിക്കേസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ നേതാവിന്റെ വധശിക്ഷ നടപ്പാക്കി ചൈന. ഹോഹോട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തക സമിതിയുടെ മുൻ സെക്രട്ടറി ലീ ജി യാൻപിങ്ങിനെയാണ് തൂക്കിക്കൊന്നത്. രാജ്യത്തെ ഏറ്റവും വലിയതെന്ന് രേഖപ്പെടുത്തിയ $421 ദശലക്ഷം അഴിമതിക്കേസിൽ കുറ്റം തെളിയിക്കപ്പെട്ടതോടെയാണ് ശിക്ഷ നടപ്പാക്കിയത്. 2022 സെപ്റ്റംബറിലാണ് കേസിൽ 64-കാരനായ ജിയാൻപിങ്ങിനെതിരെ വധശിക്ഷ വിധിച്ചത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ ശിക്ഷ സുപ്രീം പീപ്പിൾസ് കോടതി ശരിവയ്ക്കുകയായിരുന്നു. ഷീ ജിൻപിങ് പ്രസിഡന്റായ ശേഷം 2012 മുതൽ അഴിമതിക്കെതിരെ ശക്തമായ നടപടികളാണ് ചൈന സ്വീകരിക്കുന്നത് എന്നും വാർത്തയിൽ. ഇനി കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ സർക്കാർ വടിയെടുക്കുന്നു. കിട്ടാനുള്ളത് 3032 കോടി, പിരിച്ചേ തീരൂ എന്ന് റവന്യൂ കുടിശ്ശികയിൽ സർക്കാർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും റവന്യൂ റിക്കവറിയിൽ വീഴ്ച വന്നതോടെ കുടിശ്ശിക 3032 കോടി രൂപയായി. കർശന നടപടിയെടുക്കാൻ റവന്യൂ സെക്രട്ടറി കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കുടിശ്ശിക വസൂലാക്കൽ വേഗത്തിലാക്കിയില്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്ന് ജില്ലാ കലക്ടർമാർ താഴെയുള്ള ജീവനക്കാരെ അറിയിച്ചു. ഇതേ തുടർന്ന് പണമടയ്ക്കാനുള്ളവരുടെ ബാങ്ക് ഇടപാട് മരവിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ തുടങ്ങി. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓരോന്നും, എറണാകുളത്ത് 7-ഉം കാസർകോട് 5-ഉം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. GST, എക്സൈസ്, ഗതാഗതം, നിയമം, തൊഴിൽ തുടങ്ങിയ വകുപ്പുകളിലാണ് കുടിശ്ശികയായി 3032 കോടി രൂപ പിരിച്ചെടുക്കേണ്ടത്. തുകയടക്കേണ്ടവർ ഇതിൽ 1150 കോടിക്ക് സ്റ്റേ വാങ്ങിയിരുന്നു. എന്നാൽ പലതിൻ്റെയും സ്റ്റേ കാലാവധി കഴിഞ്ഞു. അത് ശ്രദ്ധിച്ച് നടപടിയെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയതായി റവന്യൂ സെക്രട്ടറി കണ്ടെത്തി. ഓരോന്നും സൂക്ഷ്മമായി പരിശോധിച്ച് പരമാവധി പണം പിരിക്കാനാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. ഏറ്റവും കൂടുതൽ പണം കിട്ടാനുള്ളത് സംസ്ഥാന GST വകുപ്പിനാണ്. 1512.7 കോടി രൂപ. 2017 ഏകീകൃത ചരക്ക് സേവന നികുതി തുടങ്ങുന്നതിന് മുൻപ് വിൽപ്പന നികുതി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ 9509 പേരിൽ നിന്ന് ഈടാക്കേണ്ട തുകയാണിത്. വ്യവസായം, വിദ്യാഭ്യാസം, സിവിൽ സപ്ലൈസ്, തൊഴിൽ വകുപ്പുകളടക്കം ഉള്ള ഗ്രൂപ്പിൽ 9955 പേരിൽ നിന്ന് 1363 കോടി ഈടാക്കണമെന്നും വാർത്തയിൽ പറയുന്നു. ഇനി മാധ്യമത്തിൻ്റെ 1-ാം പേജിലുള്ള ഒരു വാർത്തയിലേക്ക്. മാധ്യമത്തിൽ ലഹരിച്ചുഴിയിൽ കുരുങ്ങരുത് പ്രവാസ സ്വപ്നങ്ങൾ എന്ന പേരിലുള്ള ഒരു പരമ്പരയും തുടങ്ങുകയാണ്. ജയിലിലേക്കൊരു മധുവിധുയാത്ര. 2019 ജൂലൈ ആയിടെ വിവാഹിതരായ മുംബൈയിൽ നിന്നുള്ള മുഹമ്മദ് ഷെരീഖ് ഖുറേഷിക്കും ഒനീബയ്ക്കും അടുത്ത ബന്ധുവായ തബസ്സും ഖുറേഷി ഖത്തറിലേക്കൊരു ഹണിമൂൺ ട്രിപ്പ് വാഗ്ദാനം ചെയ്തു. വിസയും ടിക്കറ്റും മാത്രമല്ല, യാത്രയ്ക്ക് കൊണ്ടുപോകാനുള്ള ട്രോളി ബാഗ് പോലും തബസ്സുമിൻ്റെ വക. മധുവിധുവിന് പോയ ദമ്പതികളെക്കുറിച്ച് പിന്നീട് കേട്ടത് കൈപ്പുള്ള വാർത്തയാണ്. ബന്ധു സമ്മാനിച്ച ബാഗിനുള്ളിലെ രഹസ്യ അറയിൽ നിന്ന് 4.1 കിലോ മയക്കുമരുന്ന് വിമാനത്താവള അധികൃതർ പിടിച്ചെടുത്തു. 10 വർഷം തടവും 1 കോടി രൂപയോളം പിഴയും ശിക്ഷ വിധിച്ചു. ഹണിമൂൺ ട്രിപ്പ് ശരിക്കും ഒരു ട്രാപ്പായിരുന്നെന്ന് അറിഞ്ഞ കുടുംബാംഗങ്ങൾ മുംബൈ പോലീസിൽ പരാതിപ്പെട്ടു. മഹാരാഷ്ട്ര സർക്കാരും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും സജീവമായി രംഗത്തിറങ്ങി. മുംബൈയിലെ വലിയൊരു മയക്കുമരുന്ന് മാഫിയ ശൃംഖലയിലേക്കാണ് ബന്ധുവഴി ഇവരെത്തിയത്. ഈ മാഫിയ ശൃംഖലയാണ് ബന്ധുവഴി ഇവരെ കെണിയിൽ കുരുക്കിയതെന്ന് മുംബൈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ
കണ്ടെത്തി. ഇന്ത്യൻ ആഭ്യന്തര വിദേശ മന്ത്രാലയങ്ങൾ ഇടപെട്ട് ഖത്തർ പരമോന്നത കോടതിയെ ബോധ്യപ്പെടുത്തിയതോടെ 2 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം 2021 ഏപ്രിലിൽ ഷെരീഖിനും ഒനീബയ്ക്കും മോചനം സാധ്യമായി. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ഇത്തരം മോചനങ്ങൾ ഉണ്ടാകാറുള്ളൂ. അതേസമയം ഇത്തരം ചതിക്കുഴികൾ ആവോളം നമുക്ക് ചുറ്റുമുണ്ട്. ലോഞ്ചിലും പായക്കപ്പലിലുമേറി അറേബ്യൻ സമുദ്രത്തിലൂടെ കാറ്റും കോളും താണ്ടി നാടിനെയും കുടുംബത്തെയും ജീവിതത്തിന്റെ അക്കരെയെത്തിച്ച ഇന്ത്യക്കാരുടെ ഗൾഫ് പ്രവാസം 7 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നെത്തിയ ദശലക്ഷങ്ങൾ സ്നേഹവും കരുതലും ജീവിതവും നൽകി നെഞ്ചോട് ചേർത്ത ഇടം കൂടിയാണ് അറേബ്യൻ മണ്ണ്. എന്നാൽ ഈ വിജയകഥകളുടെ തിളക്കം മുഴുവൻ കെടുത്തുന്ന അനുഭവങ്ങളും ഒട്ടേറെയുണ്ട്. 6 ഗൾഫ് രാജ്യങ്ങളിലായി 1000-ലേറെ ഇന്ത്യക്കാരാണ് ലഹരി കേസുകളിൽ കുരുങ്ങിക്കിടക്കുന്നത്. മുന്നറിയിപ്പും ബോധവൽക്കരണങ്ങളും നിരന്തരമുയരുമ്പോഴും ചതിക്കുഴിയിൽ വീഴുന്ന യുവതീ യുവാക്കളുടെ എണ്ണം കുറയുന്നില്ല. മാധ്യമം അതേക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഇന്നു മുതൽ നിലപാട് പേജിൽ. പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണിത്. ഈ വാർത്തയോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുകയാണ്. ഇനി നാളെ. നന്ദി, നമസ്കാരം.